ചാപ്റ്ററിലെ കോംപ്ലക്സ് അനാലിസിസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പല വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ചില ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്: cos theta plus I sin theta equal to x, then the value of x raised to n plus 1 by x raised to n. So cos theta plus I sin theta equal to x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് e raised to I theta എന്ന് പറഞ്ഞാൽ cos theta plus I sin theta ആണെന്ന് അറിയാം. സോ നമുക്ക് തന്നിട്ടുള്ള x എന്ന് വെച്ചാൽ e raised to I theta ആണെന്ന് മനസ്സിലായി. ഓക്കെ, സോ അതുകൊണ്ട് നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ള വാല്യൂവിനെ എങ്ങനെ എഴുതാൻ പറ്റും? x raised to n plus 1 by x raised to n എന്ന് വെച്ചാൽ x raised to n plus x raised to minus n. x എന്ന് പറയുന്നത് e raised to I theta ആയതുകൊണ്ട് e raised to I theta raised to n plus e raised to I theta raised to minus n. That is equal to e raised to I n theta plus e raised to I minus n theta. ഇനി നമുക്ക് വീണ്ടും cos theta plus I sin theta അല്ലെങ്കിൽ cos n theta plus I sin n theta എന്നുള്ള ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാം രണ്ട് ടേമിനെയും. എന്ത് വരും? cos n theta plus I sin n theta plus cos minus n theta എന്ന് വരും. cos x അതുപോലെ തന്നെ cos minus x രണ്ടും ഈക്വൽ ആണ് നമുക്കറിയാം. അതുപോലെ തന്നെ സൈൻ മൈനസ് എക്സ് ആണെങ്കിലോ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ആണെന്ന് പറയാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇനി ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ കോസ് മൈനസ് എൻ തീറ്റ എന്ന് വെച്ചാൽ കോസ് എൻ തീറ്റ തന്നെയാണ്, പ്ലസ് ഐ സൈൻ മൈനസ് എൻ തീറ്റ എന്നുള്ളത് മൈനസ് ഐ സൈൻ എൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ പ്ലസിന് പകരം മൈനസ് ആണ്. സോ ഈ രണ്ട് ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് 2 cos n theta എന്നുള്ളത്. 2 cos n theta എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലത്തിൽ പറയുന്നത് if c is the unit circle mod z equal to 1 then integral over c e raised to z sin z ആണ് കാണേണ്ടത്. e raised to z sin z, e raised to z ഉം sin z രണ്ടും entire functions ആണ്. entire functions എന്ന് വെച്ചാൽ ടോട്ടൽ ആയിട്ടുള്ള നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിൽ മൊത്തത്തിൽ അനലിറ്റിക് ആയിട്ടുള്ള രണ്ട് ഫങ്ഷൻസ് ആണ്. സോ ഇതിന് രണ്ടിനും എവിടെയും സിംഗുലർ പോയിന്റ്സ് ഇല്ല. ലെറ്റ് അലോൺ നമ്മുടെ യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്താലും ഇതിനകത്തും എവിടെയും സിംഗുലർ പോയിന്റ്സ് ഇല്ല. സോ എല്ലായിടത്തും അനലിറ്റിക് ആയതുകൊണ്ട് നമുക്ക് കോഷ്യസ് തിയറം പ്രകാരം പറയാം ഇന്റഗ്രൽ ഓവർ സി ഇ റേസ് ടു സെഡ് സൈൻ സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ 0 ആണെന്ന് പറയാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത പ്രോബ്ലം നോക്കാം. ഇതും സിംഗുലർ പോയിന്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. എന്താണ് ചോദ്യം? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഇ റേസ് ടു 1 ബൈ സെഡ്. സോ അറ്റ് സെഡ് ഈക്വൽ ടു 0 ഏത് കൈൻഡ് ഓഫ് സിംഗുലാരിറ്റി ആണ് ഇ റേസ് ടു 1 ബൈ സെഡിനുള്ളത് എന്നാണ് ചോദ്യം. സോ നമുക്ക് ഇതിന്റെ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ എഴുതാം. ഇ റേസ് ടു സെഡിന്റെ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് സെഡ് പ്ലസ് z square by 2 factorial plus z cube by 3 factorial plus etc. ഇതാണ്. സോ e raised to 1 by z ന്റെ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ z ന് പകരം 1 by z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1 plus 1 by z plus 1 by z the whole square by 2 factorial plus 1 by z the whole cube by 3 factorial plus etc. അത് ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ 1 plus 1 by z plus 1 by z square 2 factorial plus 1 by z cube 3 factorial plus etc. എന്ന് വരും ഈ സീരീസ്. സോ ലോറന്റ് സീരീസ് എക്സ്പാൻഷന്റെ പ്രിൻസിപ്പൽ പാർട്ട് എങ്ങനെയാണ് എന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ സിംഗുലാരിറ്റി ഏത് ടൈപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സിംഗുലാരിറ്റി ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആയിരിക്കും. ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസ് 3 തരത്തിലുണ്ട്: റിമൂവബിൾ, എസെൻഷ്യൽ ആൻഡ് പോൾസ്. ഇങ്ങനെയാണെന്ന് നമുക്കറിയാം. സോ നമ്മുടെ ലോറന്റ് സീരീസ് എക്സ്പാൻഷന്റെ പ്രിൻസിപ്പൽ പാർട്ടിൽ എലമെന്റ്സ് ഒന്നുമില്ല. പ്രിൻസിപ്പൽ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഡിന്റെ പവർ നെഗറ്റീവ് ആയിട്ടുള്ള ലെസ് ദാൻ 0 ആണ് സെഡിന്റെ പവർ എന്നുണ്ടെങ്കിൽ അത്തരം ടേംസിനെയാണ് പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് എ ലോറന്റ് സീരീസ് എന്ന് പറയുന്നത്. സോ ലോറന്റ് സീരീസിന്റെ പ്രിൻസിപ്പൽ പാർട്ടിൽ
ടേംസ് ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് സിംഗുലാരിറ്റി. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് അറൌണ്ട് z ഈക്വൽ ടു 0 ആണ്. z ഈക്വൽ ടു 0യിലാണ് നമ്മൾ ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ പ്രിൻസിപ്പൽ പാർട്ടിൽ നോ ടേംസ് ആണെങ്കിൽ അറൌണ്ട് ഏത് പോയിന്റ് ആണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് ആ പോയിന്റ് അല്ലെങ്കിൽ ആ z എന്ന് പറയുന്നത് റിമൂവബിൾ സിംഗുലാരിറ്റി ആയിരിക്കും. ഇനി ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് നമ്മുടെ പ്രിൻസിപ്പൽ പാർട്ടിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ പോയിന്റിൽ ഇപ്പൊ ഇവിടെ z ഈക്വൽ ടു 0 ആണ്, z ഈക്വൽ ടു 0യില് പോൾ ആണ് എന്ന് പറയാൻ പറ്റും. അതുപോലെ എത്ര ടേംസ് ഉണ്ട് പ്രിൻസിപ്പൽ പാർട്ടിൽ അതിനനുസരിച്ചാണ് പോളിന്റെ ഓർഡർ നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ ആ പോയിന്റിലുള്ളത് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ്. അപ്പം ഈ കേസ് വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നോക്കൂ, നമ്മുടെ ഈ എക്സ്പാൻഷനിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് ഓഫ് z കാണാറുണ്ട്. z raised to -1, z raised to -2, z raised to -3 അങ്ങനെ പോകുന്നു നമ്മുടെ ഓരോ ടേമിലെയും z-ന്റെ പവർ. സോ അതുകൊണ്ട് തന്നെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് പ്രിൻസിപ്പൽ പാർട്ടിൽ ഉള്ളതെന്ന് മനസ്സിലായി. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? z ഈക്വൽ ടു 0യില് നമ്മുടെ ഈ ഫംഗ്ഷൻ e⁻1/z-ന് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ് ഉള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം നോക്കാം. Suppose f and g are entire functions and g of z not equal to 0 for all z belongs to C. ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. If modulus of f of z is less than or equal to modulus of g of z, then ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ f of z is not 0 for all z belongs to C. f ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, f of 0 equal to 0 ആണ്, and f of z equal to k into g of z, where k is a constant കോംപ്ലക്സ് നമ്പർ ആണ് k. ഇതാണ് 4 ഓപ്ഷൻസ്. എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്? ആദ്യം നമുക്ക് തന്നിട്ടുള്ള കീവേഡ്സ് നോക്കാം. എഫും ജിയും എൻറ്റയർ ഫംഗ്ഷൻസ് ആണ്. ദാറ്റ് മീൻസ് they are analytic in all points in the complex plane. So എഫും ജിയും എൻറ്റയർ ഫംഗ്ഷൻസ് ആണ്. എഫും ജിയും എൻറ്റയർ ആയതുകൊണ്ട് തന്നെ f plus g, f minus g, അതുപോലെ f into g and f divided by g given g is non-zero. ഇതെല്ലാം തന്നെ എൻറ്റയർ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് g non-zero ആണ് for all z belongs to C. ഏത് z എടുത്തു കഴിഞ്ഞാലും g non-zero ആണ്. സോ അതുകൊണ്ട് എന്ത് പറയാം? f by g യും എൻറ്റയർ ആണെന്ന് പറയാൻ പറ്റും. സോ നമുക്ക് f by g എൻറ്റയർ ആണ്, അത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് modulus of f of z is less than or equal to modulus of g of z. Implies എങ്ങനെ എഴുതാം? modulus of f of z is less than divided by modulus of g of z is less than or equal to 1 എന്ന് പറയാൻ പറ്റും. പിന്നെ മോഡുലസിന്റെ പ്രോപ്പർട്ടി നമുക്ക് അറിയാവുന്നതാണ്. mod z1 by z2 is equal to mod z1 by mod z2. അപ്പൊ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ modulus of f of z by g of z is less than or equal to 1 എന്ന്. സോ ഇവിടുന്ന് എന്ത് കിട്ടി? f by g എന്നുള്ളത് കണ്ടോ, ഇതിനൊരു ബൗണ്ട് ഉണ്ട് അല്ലെ? f by g ബൗണ്ടഡ് ആണെന്ന് കിട്ടി. സോ രണ്ട് പോയിന്റ്സ് നമ്മൾ കൺക്ലൂഡ് ചെയ്ത രണ്ട് പോയിന്റ്സ് എന്തൊക്കെയാണ്? f by g എൻറ്റയർ ആണ്, f by g ബൗണ്ടഡ് ആണ്. സോ നമുക്ക് ലവ്ലീസ് തിയറം അറിയാം. എന്താണ് ലവ്ലീസ് തിയറം പറയുന്നത്? ലവ്ലീസ് തിയറം പറയുന്നത് an entire bounded function is constant in the complex plane. So നമ്മുടെ f by g എന്ന് പറയുന്നത് entire ആണ് and it is also a bounded function. So അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലവ്ലീസ് തിയറം പ്രകാരം f by g, f of z by g of z is a constant function. ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. Therefore നമുക്ക് f of z by g of z നെ some k എന്ന് റെപ്രസെന്റ് ചെയ്യാം, where k is a complex constant. Therefore f of z is equal to k into g of z. ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. സോ ലവ്ലീസ് തിയറം വെച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 4 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. കോംപ്ലക്സ് അനാലിസിസിന്റെ സിലബസിലെ 4 ഡിഫറെന്റ് ടോപ്പിക്സ് എന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്.
ബാക്കി ചോദ്യങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.